സുഹൃത്തുക്കളെ നമസ്കാരം. നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഇലക്ഷനൊക്കെ പ്രഖ്യാപിച്ചു. ഇനിയും കുറച്ച് ദിവസം അതിൻ്റെ ചൂടുമൊക്കെയാണ്. ഇപ്പോഴാണേൽ പലയിടത്തും ഈ വിമത സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നതിനെ പറ്റിയൊക്കെയാണ്. പണ്ടൊക്കെ ആയിരുന്നാൽ UDFിലായിരുന്നു ഇത്. UDF പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിക്കുക, അവരെ സാധനപ്പെടുത്തുക, അതൊക്കെ ഒരു വലിയ ചടങ്ങായിരുന്നു. പിന്നെ കോൺഗ്രസ്സിനകത്ത് തന്നെ ഒരാൾക്ക് പകരം വേറൊരാൾ മത്സരിക്കാൻ വരുന്നു. എന്നിട്ട് പണ്ട് AK ആൻ്റണിയും കരുണാകരനും തൊട്ടുള്ളപ്പോൾ തൊട്ടുണ്ട് 4 MLA പ്രഖ്യാപിച്ചിട്ട് മത്സര സ്ഥാനാർത്ഥി MLA മത്സരിക്കാൻ 4 പേരെ നിയോഗിച്ച് കഴിഞ്ഞിട്ട് അവരെ മാറ്റിയ ചരിത്രം വരെയുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇപ്പോൾ ഈ ഇടതുപക്ഷ മുന്നണിയിൽ ഇങ്ങനെയുള്ളൊരു പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പം ഇടതുപക്ഷ മുന്നണിയിലെന്നല്ല, ഇടതുപക്ഷ മുന്നണിയിലെ പ്രമുഖ പാർട്ടിയായ മാർക്സിസ്റ്റ് പാർട്ടിക്കകത്ത് തന്നെ ഇപ്പോൾ വലിയ പൊട്ടിത്തെറികളൊക്കെയാണ് നടക്കുന്നത്. ഇന്നാണെങ്കിൽ തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് 2 വിമത സ്ഥാനാർത്ഥികളാണ് വിമതരെന്ന് പറഞ്ഞാൽ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. 2ഉം CPMൻ്റെ പ്രമുഖ വ്യക്തികളെന്ന് പറഞ്ഞാൽ അവിടുത്തെ ബ്രാഞ്ച് സെക്രട്ടറിയും പഞ്ചായത്ത് വൈസ് പ്രസിഡൻറ്റും ഒക്കെ ആയിരിക്കുന്ന ആൾക്കാരാണ്. ഒരാളുടെ പേര് എനിക്ക് തോന്നുന്നത് ആനി അശോകൻ എന്നാണ്. ആനി അശോക് ചെമ്പഴന്തി വാർഡിലാണ് മത്സരിക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പം പുള്ളിക്കാരത്തി പറയുന്ന കടകംപള്ളി സുരേന്ദ്രനെതിരായിട്ട് ഒത്തിരി ആരോപണങ്ങളൊക്കെ പുള്ളിക്കാരത്തി ഉന്നയിച്ചിട്ടുണ്ട്. അതൊക്കെ എന്തൊക്കെ ആരോപണങ്ങളാണ് നമുക്കറിയത്തില്ല. പിന്നെയുള്ള ഒരാൾ ഈ വാഴോട്ടുകോണം വാർഡിൽ ഒരു KV മോഹനാണ്. അദ്ദേഹം ഇതുപോലെയാണ്. അദ്ദേഹം വൈസ് പ്രസിഡൻറ്റ് വട്ടിയൂർക്കാവ് മണ്ഡലമാകുന്നതിന് പഞ്ചായത്തായിരിക്കുമ്പം അവിടുത്തെ വൈസ് പ്രസിഡൻറ്റ് ഒക്കെ ആയിരുന്നിട്ടൊരു വ്യക്തിയാണ്. അദ്ദേഹം ഇതുപോലെയാണ് സ്വതന്ത്രനായിട്ട് മത്സരിക്കാൻ തീരുമാനിച്ചിരിക്കുക. അതുപോലെ ഒരു CPI കാരൻ മത്സരിക്കാൻ ഇരിക്കുന്നത് ഒരു RSSകാരനാണത് എന്ന് മാർക്സിസ്റ്റ് പാർട്ടിക്കാർ തന്നെ ഫോട്ടോ സഹിതം വെളിപ്പെടുത്തി. അപ്പോൾ അങ്ങനെ എല്ലായിടത്തും വിമത സ്വരം ഉയർന്നു നിൽക്കുകയാണ്. ഇതൊക്കെ പണ്ടെങ്കിലും LDFിൽ ഇല്ലാത്ത ഒരു കാര്യമാണ്. അപ്പോൾ ഇതൊക്കെ കൊണ്ട് ഇപ്പം കാലങ്ങൾ മാറി വരികയാണ്. ഇനി എന്ത് സംഭവിക്കുമെന്നൊക്കെ ഇലക്ഷൻ കഴിയുമ്പോൾ അറിയാം. ഓക്കെ, ഗുഡ് നൈറ്റ്, ജയ് ഹിന്ദ്.